നമസ്കാരം, ദീപുവാണ്. ഞാൻ ഇന്നൊരു ടോപ്പിക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ആണ്. ഞാനിവിടെ UAE ഇപ്പം 7 കൊല്ലം കഴിഞ്ഞു വണ്ടി ഓടിക്കുന്നു. ഇത് 8ാം വർഷത്തിലേക്കാണ്. അപ്പം ഞാൻ കണ്ട പല കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടാവും, അതെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തിയിട്ട് അടുത്തൊരു വീഡിയോ ഇറക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ല മറ്റൊരാൾക്കിലേക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. UAE ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രവണത എന്നാ വെച്ചാൽ നമുക്ക് UAE വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അത് ലൈസൻസ് ഉള്ള ഒരാൾക്ക് അത് മനസ്സിലാവുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം UAE റോഡെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ റോഡുകളാണ് ഇവിടെ. നമുക്ക് വണ്ടി ഓടിക്കാൻ പരമസുഖമാണ് ഇവിടെ. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. മേജറായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. നമ്മൾ റൈറ്റിലോട്ട് പോകാനോ ലെഫ്റ്റിലോട്ട് പോകാനോ ആണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. ലൈൻ ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനം വണ്ടിയിൽ കൊടുത്തേക്കുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പുറകെ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വലത്തോട്ട് തിരിയുന്നു, ഞാൻ ഇടത്തോട്ട് തിരിയുന്നു എന്നുള്ളത്. ആ ഒരു പ്രവണത നിങ്ങൾ ചെയ്യണം. അത് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മേജർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻഡിക്കേറ്റർ നമ്മൾ പഠിക്കാൻ നേരം മാത്രം നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യും. പക്ഷേ പഠിച്ച് തീർന്ന് നമുക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കാറ്റിപ്പറത്തും. അങ്ങനെ ഒരു പ്രവണത എടുക്കാതിരിക്കുക. പിന്നെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. മുന്നിലത്തെ വണ്ടിയിൽ നിന്ന് സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതായത് മുന്നിൽ പോകുന്ന വണ്ടിയുടെ പിറകിലത്തെ ടയർ നമുക്ക് കാണാൻ സാധിക്കണം. മുന്നിൽ പോകുന്ന വണ്ടിയുടെ പിറകിലത്തെ ടയർ നമുക്ക് കാണാൻ സാധിക്കുന്ന ഡിസ്റ്റൻസിൽ നമ്മൾ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പെഡസ്ട്രിയൻസിന് ക്രോസ് റോഡ്സ്, ഈ പറയുന്ന പെഡസ്ട്രിയൻസിന് നമ്മൾ വഴി ഒരുക്കി കൊടുക്കുക. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സീബ്ര ക്രോസിങ്ങിൽ ഈ പറയുന്ന ആരെയും നിൽപ്പുണ്ടെങ്കിൽ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക. UAE അതൊരു പ്രശ്നമേ കാര്യമല്ല, എല്ലാവരും കൊടുക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ള കേസ് അങ്ങനെയല്ല കേട്ടോ. നാട്ടിൽ ഞാൻ പല ആൾക്കാരും ആക്സിഡന്റ് സംഭവിച്ചേക്കുന്നത് ഈ പറയുന്ന പെഡസ്ട്രിയൽ സീബ്ര ക്രോസിംഗ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ പോയി വണ്ടി ഇടിക്കുന്നു. കാരണം അവർ അത് നിർത്തി കൊടുക്കില്ല. ഇനി ഇൻ കേസ് ആ വ്യക്തിക്ക് നിർത്തി കൊടുക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പുറകെ വരുന്ന ആൾ ഇപ്പം എന്ത് ചെയ്യും? ഹോൺ അടിക്കും. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം വരണം. അതായത് പെഡസ്ട്രിയൻസിന് നമ്മൾ അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ക്രോസ് റോഡ്സിൽ ഈ പറയുന്ന പോലെ തന്നെ സീബ്ര ക്രോസിംഗിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ നാട്ടിൽ അൺഫോർച്യുനേറ്റ്ലി അത് നടക്കുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് നിയമത്തിൽ ഈ പറയുന്ന പോലെ ആദ്യമേ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ കാറ്റിപ്പറത്തിയിട്ടാണ് നമ്മുടെ നാട്ടിൽ പലരും വണ്ടി ഓടിക്കുന്നത്. പിന്നുള്ളത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ക്രോസ് റോഡ് ചെയ്യുന്നത് നമ്മൾ പിന്നൊന്ന് ഈ പറയുന്ന പോലെ തന്നെ റെഡ് സിഗ്നൽ. ഇവിടെ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് വണ്ടി പോയാൽ ഫൈൻ എന്ന് പറയുന്നത് 50,000 ദിറംസ് ആണ്. ഇന്ന് രാവിലെ ഞാൻ റേഡിയോയ്ക്കകത്ത് കേട്ട കാര്യമാണ്. ഓക്കെ, വണ്ടി ഒരു മാസത്തേക്ക് ഇൻബൗണ്ട് ചെയ്യും. 50,000 രൂപയായിരിക്കും ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടത്. ഈ 50,000 രൂപ നമ്മൾ അടയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി 1 മാസമോ 2 മാസം 3 മാസം എങ്ങാണ്ട് അത് അവിടെ കിടന്നതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഓപ്ഷനിൽ പോകും എന്നാണ് കേട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ വണ്ടിയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ നിയമം കർശനമായതുകൊണ്ട് ആൾക്കാർക്ക് പേടിയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് 2 ഫൈൻ കിട്ടും. ഇവിടെ 60യുടെ റോഡിൽ നിങ്ങൾ 70 വരെ പോവാം, ഓക്കെ, നോ ഇഷ്യൂസ്. 100ന്റെ റോഡിൽ നിങ്ങൾക്ക് 110 വരെ ദുബായിൽ പോവാം, നോ ഇഷ്യൂസ്. ബട്ട് ഓരോ എമിറേറ്റിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. ആ എമിറേറ്റിലെ ഏതാണോ സൈൻ ബോർഡ്സ് അത് നോക്കി തന്നെ വണ്ടി ഓടിക്കുക. അതിനുമേൽ നിങ്ങൾ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫൈൻ വരും. ലെഫ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന സ്പീഡ് ട്രാക്കാണ്. നിങ്ങൾ സ്പീഡ് ട്രാക്കിൽ പോകുന്ന ആൾക്കാർക്ക് വഴി ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫൈൻ വരും. കാരണം അത് എർജൻസിയിൽ പോകുന്ന ആൾക്കാരാണ്. അവർ ഈ പറഞ്ഞ പോലെ ഇൻ കേസ് അവർ ഓവറായിട്ട് സ്പീഡിൽ പോകണമെങ്കിൽ ഫൈൻ അടയ്ക്കാൻ അവർ തയ്യാറാണ്. അങ്ങനെയുള്ളവരാണ് 6th, അതായത് ലാസ്റ്റ് ലൈനിൽ പോകുന്നത്, എപ്പോഴും ഈ പറഞ്ഞ ലെഫ്റ്റ് ലൈനിൽ പോകുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ മിഡിൽ ലൈൻ പിടിച്ചു പോവുക, അല്ലെങ്കിൽ റൈറ്റ് ട്രാക്ക് ലോറികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ റൈറ്റ് ട്രാക്ക് പിടിച്ചു പോവുക.
വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും സിഗ്നൽ ഇട്ടിട്ട് ഈ പറഞ്ഞ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക, സിംഗിൾ റോഡ്സിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ UAE ആക്സിഡൻസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അല്ല തന്നെ UAE ആക്സിഡൻസ് ഇല്ല, വളരെ ചുരുക്കമാണ്. കാരണം എല്ലാവരും നിയമം കഴിവതും പാലിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ചിലവർ ഈ പറഞ്ഞ സെയിൽസിലുള്ളവർ അർജന്റിൽ എനിക്ക് 9 മണിക്ക് മീറ്റിംഗ് ആണ്, ഒരു 8:30 ആകുമ്പോഴായിരിക്കും ഇറങ്ങുന്നത്. അപ്പം അവനെ ഈ പറഞ്ഞാൽ 8:10 ഇറങ്ങിയോട്ടെ, അല്ലെങ്കിൽ 8 ഇറങ്ങി, നിങ്ങൾ അവിടെ നേരത്തെ ഒരു 10 മിനിറ്റ് നേരത്തെ ചെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു മനസ്സിൽ 9 മണിക്ക് കയറണമെന്നുള്ള ചിന്തയിൽ വണ്ടി ഓടിക്കാൽ ഒബ്വിയസ്ലി യു വിൽ എൻഡ് അപ്പ് വിത്ത് ആൻ ആക്സിഡന്റ്. അത് ഉണ്ടാവാതിരിക്കാൻ കഴിവതും ശ്രമിക്കുക, മുൻകൂട്ടി കാര്യങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുമ്പോഴത്തേന് കുറച്ചൊന്ന് അലേർട്ട് ആയിരിക്കുക, എപ്പോഴും നമ്മുടെ ശ്രദ്ധ റോഡിലായിരിക്കുക, മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. കഴിവതും മൊബൈൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എമർജൻസി കോൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ സൈഡ് പാർക്ക് ചെയ്ത് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകും. ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്ത് വണ്ടി ഓടിക്കാതിരിക്കുക. അതാണ് മിക്കവരും ഈ പറഞ്ഞ പോലെ ആക്സിഡന്റിൽ ചെന്ന് കലാശിക്കുന്നത്. കാരണം ഒരു 2 സെക്കൻഡ്സിന്റെയും കാര്യമാണിത്. 1-2 സെക്കൻഡ്സിനുള്ളിൽ യു എൻഡ് അപ്പ് വിത്ത് ആൻ ആക്സിഡന്റ് എന്നാണ് പറയുന്നത്. 1 സെക്കൻഡോ 2 സെക്കൻഡോ നമ്മളൊന്ന് വൈകി കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡന്റിൽ ആയി പോകും. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മൊബൈൽ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഇൻ കേസ് ഉപയോഗിക്കേണ്ട എമർജൻസി കോൾസ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി സൈഡിലാക്കിയിട്ട് ഈ പറഞ്ഞ കോൾസ് എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെക്കുക. പക്ഷേ എന്നാലും നിങ്ങളുടെ ശ്രദ്ധ വളരെ വളരെ നിങ്ങൾ ശ്രദ്ധപൂർവ്വം നിങ്ങൾ ഈ പറഞ്ഞ റോഡിൽ തന്നെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. എപ്പോഴും നമ്മുടെ ശ്രദ്ധ റോഡിലായിരിക്കണം, ഇപ്പോൾ ചുറ്റുമായിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UAE പൊതുവേ അങ്ങനെ പ്രശ്നങ്ങൾ അധികമില്ല. എന്നാലും ഞാൻ പറയണം, ആരെങ്കിലും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളത് ശ്രദ്ധിക്കുക. ഈ സിഗ്നൽ ഈ പറഞ്ഞ പോലെ തന്നെ റെഡ് സിഗ്നൽ ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്നുണ്ടെങ്കിൽ ഫൈൻ എന്ന് പറയുന്നത് 50,000 ദിറംസാണ്. നമ്മളെ കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. സാധാരണ ഒരു മനുഷ്യൻ 2,500-3,000 ദിറംസിനാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സ്. അവർ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈൻ ആക്കി വെച്ചാൽ കമ്പനി ഒബ്വിയസ്ലി they might not pay. അവർ പറയും നീ വരുത്തി വെച്ച വിനയാണ്, നീ വരച്ച് വെച്ച തെറ്റാണ്, അത് നീ പേ ചെയ്തോളാൻ പറഞ്ഞാൽ 50,000 രൂപ 50,000 ദിറംസ് എങ്ങനെ പേ ചെയ്യും? നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ധൃതി വെച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അഭ്യാസം കാണിച്ചിട്ടും ഇതൊന്നും ഒരു വിഷയമില്ല എന്നുള്ള രീതിയിലും ചിന്തിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ സോറി, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഫൈൻ വരും. ഒബ്വിയസ്ലി അത് കമ്പനി പേ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല, അത് നമ്മുടെ തന്നെ തലയിൽ വരും. അപ്പം കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ശ്രദ്ധാപൂർവ്വം വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ വളരെ അത്യാവശ്യമാണ്. ഞാനിവിടെ അനുഭവിക്കുന്നത് വെച്ചാൽ ഞാൻ ഒബ്വിയസ്ലി നിങ്ങളോട് പറഞ്ഞു, ഞാൻ എന്താണോ ഞാനിവിടെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ എൻ്റെ രീതികളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതല്ല ദീപു പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് കമൻറ്റ് ബോക്സിൽ അങ്ങനെ പറഞ്ഞു തരിക. ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ അടുത്തൊരു വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. മാക്സിമം ഈ പറയുന്ന പോലെ മൊബൈൽസ് വരികയാണെങ്കിൽ കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് സൈഡ് വലിച്ച് വണ്ടി നിർത്തി ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പം വിളിക്കുന്നതെന്ന് പറഞ്ഞ കോൾ വിളിക്കാറുണ്ട്. പിന്നെ കഴിവതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ലൈറ്റ് മ്യൂസിക് വിട്ട് ഞാൻ നേരെ ഈ പറഞ്ഞ പോലെ റോഡിൽ ഫോക്കസ് ചെയ്ത് മാത്രമാണ് ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാറ്. ഞാൻ കണ്ടേക്കുന്ന പല പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈൻ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരിൽ സിഗ്നൽ ഇടാറില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്നും എനിക്ക് ലൈസൻസ് കിട്ടും അന്ന് തൊട്ട് ഇതേവരെ ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സിഗ്നൽ ഇട്ടിട്ടേ ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യാറുള്ളൂ. സിഗ്നൽ ഇടാതെ ഞാൻ ലൈൻ ചേഞ്ച് ചെയ്യാറില്ല. അത് മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു വാർണിംഗ് ആണ്. ഞാൻ ഇങ്ങോട്ട് റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു, ഞാൻ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നു, ഒരു വാർണിംഗ് ആണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം സിഗ്നൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾ വണ്ടി ലൈൻ ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ വണ്ടിയായിട്ട് എപ്പോഴും സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക. റെഡ് സിഗ്നൽ ഒരിക്കലും ക്രോസ് ചെയ്യരുത്. റെഡ് സിഗ്നൽ ക്രോസ് ചെയ്താൽ നിങ്ങളുടെ ഫൈൻ ആരും അടയ്ക്കാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും. അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഓവർടേക്ക് സിംഗിൾ ലൈനിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ഇൻ കേസ് വേറെ ഡബിൾ ലൈൻ ട്രിപ്പിൾ ലൈനാണെങ്കിൽ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഇതിട്ടിട്ട് ഓവർടേക്ക് ചെയ്യുക. ഓക്കെ, സോറി, അതിനിടയ്ക്ക് ഒരു കസ്റ്റമർ കോൾ ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ വേറെ വീഡിയോയ്ക്കകത്ത് അത് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ആരെങ്കിലും
ഇങ്ങനല്ല വണ്ടി ഓടിക്കുന്നെങ്കിൽ കഴിവതും നിങ്ങളത് ശ്രമിച്ചു കഴിഞ്ഞാൽ തിരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത്ര വലിയ കാര്യങ്ങളുള്ള കാര്യങ്ങളായിട്ടുള്ള കാര്യമല്ല ഇത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. വലിയ വലിയ പ്രശ്നം ഇതായിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൂടെ നടക്കത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ വണ്ടി ഓടിക്കാൻ സാധിക്കും. ഞാൻ യു എയിലുള്ള ആൾക്കാർ ഉദ്ദേശിച്ചല്ല കൂടുതൽ ഇത് പറയുന്നത്. കഴിവതും കേരളത്തിലുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വഴിയൊരുക്കി കൊടുക്കുക, പെഡസ്ട്രിയൻസിന് വഴിയൊരുക്കി കൊടുക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ മനുഷ്യർ ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട്, പ്രായമുള്ള മനുഷ്യർ ഒന്ന് ക്രോസ് ചെയ്യാൻ സമയമെടുക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് പെഡസ്ട്രിയൻസിന് വഴിയൊരുക്കി കൊടുക്കണമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ സ്പീഡും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ലൈൻസ് നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും സിഗ്നൽ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ റൈറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളത്. ആക്സിഡൻറ്റ്സ് ഇല്ലാതെ ഒരു നല്ല നാളത്തേക്ക് ഒരു നല്ല വാർത്തയാണ്. അതൊരു നല്ല ആക്സിഡൻറ്റ്സ് ഇല്ലാത്ത ഒരു ലോകമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ശരിക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു ലോകമാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിനകത്ത് എന്നാന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് കാണുന്ന വളരെ ദുഃഖകരമാണ്. ഈ ആക്സിഡൻസിൽ മരണപ്പെടുന്ന ആൾക്കാരുടെ സംഖ്യ എന്ന് പറയുന്നത് ദിനംപ്രതി കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ. അത് അശ്രദ്ധ കൊണ്ട് ഒരു കാര്യം കൊണ്ട് മാത്രമാണ്, വളരെ ചുരുക്കമാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. അശ്രദ്ധയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ജീവനും രക്ഷിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും, കാരണം അതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നാട്ടിൽ വന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നു പറഞ്ഞാലും ഞാൻ അങ്ങനെയാണ് ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മൾ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന പ്രവണത വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പിക്ക്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മാനദണ്ഡങ്ങൾ, അതായത് സുരക്ഷ. അപ്പം അതായിരുന്നു ടോപ്പിക്ക്. ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയാം, ഷെയർ ചെയ്യാം. അപ്പം കാരണം ലെറ്റ്സ് ടോക്ക് ദീപു എന്ന് പറയുന്നത് ടോക്ക് ചെയ്യുക എപ്പോഴും ഈ പറഞ്ഞ സംസാരിക്കുക. എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കലപല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇറക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ കുറിച്ച് കൊണ്ടൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്നെ ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യും, വീണ്ടും വീഡിയോ ഇറക്കാനായിട്ട് എന്നെ പ്രചോദിപ്പിക്കും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവരും നന്നായിട്ട് വണ്ടി ഓടിച്ച്, സുരക്ഷിതമായിട്ട് വണ്ടി ഓടിച്ച് മുന്നേറുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. അതുവരെ ലെറ്റ്സ് ടോക്ക് ദീപു.